ശാരീരികമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഏൽക്കുന്ന ക്ഷതങ്ങളൊക്കെ നമുക്ക് എന്ന് ഓർമ്മിക്കാനുള്ള ക്ഷതങ്ങൾ തന്നെയായിട്ടുണ്ടാവും. ഇപ്പോൾ തീച്ചാമുണ്ടി തെയ്യം അല്ലെങ്കിൽ ഒറ്റക്കോലം എന്ന് പറയുന്നത് 101 പ്രാവശ്യം കണലിലേക്ക് വീഴുകയാണ്. ആ കണലിൻ്റെ അടുത്ത് ഒരാൾക്ക് നേരെ പോയി നിൽക്കാനാവില്ല, അത്രയ്ക്കും ചൂടായിരിക്കും. മനുഷ്യ ശരീരത്തിന് ഇത്ര ചൂട് ഇത്ര സമയം താങ്ങി നിൽക്കാന്നുള്ള കാര്യങ്ങളേ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹാർട്ട് ചൂടാവും, അതുപോലെ തന്നെ നെഞ്ഞൊക്കെ ചൂടായി കഴിഞ്ഞാൽ അത് പിന്നേക്ക് ഈ ഒരു കോലക്കാരന് അതിൻ്റെ കഷ്ടപ്പാട്, അതിന് ചുമ, ഒരുപാട് പൊടികളുണ്ടാവും, വെണ്ണീര്, ഇതൊക്കെ നമ്മൾ ആ 101 പ്രാവശ്യം വീഴുമ്പോൾ നമ്മുടെ ശ്വാസത്തിലൂടെ അല്ലെങ്കിൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളിൽ വന്ന് ആ ശ്വാസകോശപരമായിട്ടുള്ള രോഗങ്ങളായി കണലിൻ്റെ ചുറ്റും അത്രയ്ക്കും ചൂടായിരിക്കും. ഒറ്റക്കോലം വീണ് കഴിഞ്ഞാൽ ഒറ്റക്കോലത്തെ അവിടെ നിന്ന് പൊക്കേണ്ടത് ഇവരാണ്. രണ്ട് സൈഡിൽ നിൽക്കുന്ന, രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ശ്രമക്കാരാണ്. ഒന്ന് പൊക്കാൻ വൈകിക്കഴിഞ്ഞാൽ ചൂടടിക്കും. കണലിനേക്കാട്ട് ചൂടാണ് ഭൂമിക്ക്. ആ ഭൂമിയിൽ ഈ കാല് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉയരത്തിൽ ഉള്ളൊരു ചൂടാണ് ഈ ഒരു ഒറ്റക്കോലത്തിന് ഉണ്ടാകുക. അതൊരു രാത്രി 7 മണിക്ക് നമ്മൾ കത്തിക്കാനിട്ടാൽ പിറ്റേന്ന് രാവിലെയാണ് ഈ വിറകാവുന്നത്. അത് കത്തുമ്പോൾ തന്നെ ചുറ്റുപാടും ആർക്കും നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടായിരിക്കും. ആ ചൂടിലേക്കാണ് ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ദൈവം കോലം കെട്ടിയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കലാകാരൻ വീഴുന്നത്. തീച്ചാമുണ്ടി കോലക്കാരന് അല്ലെങ്കിൽ ഇത്രയും തീക്കുട്ടിച്ചാത്തൻ കോലക്കാരന്, അഗ്നിയായിട്ട് ബന്ധപ്പെട്ട ഈ കോലക്കാർക്കൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എന്തെങ്കിലും രോഗങ്ങൾ, അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ എന്തായാലും ഉണ്ടാവും. അതൊന്നും വകവയ്ക്കാതാണ് ഇവരിതിനെ ഇറങ്ങിത്തിരിക്കുന്നത്.